എടാ ആ ആ IBPS എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 30 അല്ലേ? സമയമുണ്ടല്ലോ. എന്തായാലും നമുക്ക് പുസ്തകം എടുക്കാം, ഇന്നത്തെ ബാക്കി നോക്കാം. ഓക്കെ. എടാ ആ നമുക്കേ ഇത് കഴിഞ്ഞിട്ട് ബാങ്കിൽ വരെ ഒന്ന് പോണേ. എനിക്കൊരു DD എടുക്കാനുണ്ട്. നാളെ പോയാൽ പോരെ? ഇന്ന് തന്നെ പോകണം. അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം. നാളെ ബാങ്ക് ജീവനക്കാരുടെ സമരമാണ്, അപ്പോൾ ഇന്ന് തന്നെ പോണം. ഓ, ഞാൻ കണ്ടായിരുന്നു ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നു. ഇമാർക്ക് ഇത് എന്തിന്റെ കേടായിട്ടാണ്? ഇത്ര ശമ്പളം കിട്ടുന്നില്ലേ, പിന്നെയും സമരം. ഞാനാണെങ്കിൽ എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് ഒന്നും പോകില്ല കേട്ടോ. നിനക്ക് ജോലി വേണല്ലേ? നാളെ നിനക്കോ നിന്റെ കൂടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സാഹചര്യം കൂടി വേണ്ടേ? എടാ, അതും ഈ സമരവും തമ്മിൽ എന്താ ബന്ധമായിരിക്കുന്നത്? കുറെ ബന്ധമുണ്ട്. നിലവിലുള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ സമരം. തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് കുറഞ്ഞ വേതനത്തിന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ നോക്കുന്ന കോൺട്രാക്ച്വൽ ലേബറിനെതിരെയാണ് ഈ സമരം. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യൻ ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ 2 ലക്ഷത്തിലധികം വേക്കൻസികൾ പെൻഡിങ് നിൽപ്പുണ്ട്. എന്നെയും നിന്നെയും പോലെയുള്ള അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ഈ വേക്കൻസികളിലേക്ക് റിക്രൂട്ട്മെന്റ് കിട്ടാൻ കൂടിയാണ് ഈ സമരം. സ്വന്തം കാര്യത്തിന് അതീതമായി വരുന്ന തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള സമരമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ സമരങ്ങൾക്കും എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. എക്സാമിന് വേണ്ടി മാത്രം ചരിത്രം പഠിക്കാതെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി ഒരു വട്ടം ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് ഈ സമരങ്ങളോടും പ്രതിഷേധങ്ങളോടുള്ള മനോഭാവത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവാം. സമയമേ സമതയിൽ പുലരുമീ കണ്ടു നമ്മൾ അസമമീ